UK കോടതിയിൽ CBIയുടെ ശക്തമായ എതിർപ്പ് നീരവ് മോദിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അതെ, എങ്ങനെ കാണാം അതിനെ? നീരവ് മോദി പിന്നെ അറിയപ്പെടുന്ന ഒരു രത്ന വ്യാപാരിയാണ്. ഡയമണ്ട് വിഴുങ്ങിയ കണാരൻ്റെ കഥ പോലെയാണ് ഇപ്പോൾ. അദ്ദേഹം പഞ്ചാബ് നാഷണൽ ബാങ്കിന് 13,000 കോടിക്ക് പറ്റിച്ചു. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് മുങ്ങി. അദ്ദേഹത്തെ പിന്നെ US പോലീസ് UK പോലീസ്, ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കോട്ട്ലൻഡ് യാർഡ് പിടികൂടി. അദ്ദേഹം ഇപ്പോൾ 2019 മാർച്ച് മുതൽ ലണ്ടനിലെ ജയിലിലാണ്. അപ്പോൾ ഇതിനകം അദ്ദേഹം ബെയിലപേക്ഷ 10 തവണ ബെയിലപേക്ഷ കൊടുത്തു. ഈ 10ാമത്തെ ബെയിലപേക്ഷയും ഇന്നലെ തള്ളിപ്പോയി. അപ്പോൾ ആ അപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കണ്ണിക്കത്തക്ക വിധം ഇവിടുന്ന് CBIയുടെ ഒരു ടീം ലണ്ടനിലെത്തി. അവർ കൃത്യമായി അവിടുത്തെ പ്രോസിക്യൂട്ടറെ വിവരങ്ങൾ എന്തുകൊണ്ട് അയാൾക്ക് ജാമ്യം നിഷേധിക്കണം എന്നതിനുള്ള തെളിവുകൾ കൊടുത്തു. അത് വെച്ചുകൊണ്ട് കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ നീരവ് മോദിയുടെ അപേക്ഷ തള്ളിപ്പോയി. ഇത് എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം പിന്നെ അണ്ടർടേക്കിംഗ് ലെറ്റർ വ്യാജമായിട്ടുണ്ടാക്കി. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൃത്രിമമായിട്ട് സൃഷ്ടിച്ച് പല ബാങ്കുകളെ പറ്റിച്ചു. അതിൽ SBI ഉണ്ട്, കാനറ ബാങ്കുണ്ട്, ഹോങ്കോങ് ബാങ്കുണ്ട്, അലഹബാദ് ബാങ്കുണ്ട്. അങ്ങനെ നിരവധി ബാങ്കുകളുടെ വിദേശത്തെയും സ്വദേശത്തെയും ശാഖകളിൽ നിന്ന് ഭീമമായ തുകകൾ പിൻവലിച്ചു. എന്നിട്ട് ഈ ബാങ്കുകൾക്ക് ഗ്യാരണ്ടി നിന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഇതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം അവരുടെ പേരിൽ നിർമ്മിച്ച വ്യാജ ലെറ്ററാണ്, അണ്ടർടേക്കിംഗ് ആണ് ഈ തുക അനുവദിക്കുവാൻ കാരണമായത്. ഇത് ഏകദേശം അതിൽ 6,000 ചില്ലറ കോടി രൂപ ഇദ്ദേഹം സ്വന്തമാക്കി. ബാക്കി തുക ഇന്ത്യയിൽ ഏകദേശം 7,000 കോടി രൂപ പിന്നെയും കാണണം. അപ്പോൾ അതിനെപ്പറ്റി അയാൾ ലണ്ടനിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതായത് അന്ന് ഈ ഓപ്പറേഷൻസ്, ഈ തട്ടിപ്പിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് UPA ഗവൺമെൻറ് ആയിരുന്നു കേന്ദ്രത്തിൽ. അന്നത്തെ UPA ഗവൺമെൻറ് ധനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അറിവോടും മൗനസമ്മതത്തോടും കൂടിയാണ് ഈ ഇടപാടുകളെല്ലാം നടത്തിയതെന്നും താൻ വിളിച്ച തുക കോൺഗ്രസ് നേതൃത്വത്തിലാണ് കൈമാറിയതെന്നും അദ്ദേഹം ലണ്ടനിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഏകദേശം അദ്ദേഹത്തിന് 33% തുക മാത്രമേ സ്വന്തമായിട്ട് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി തുകകളെല്ലാം കോൺഗ്രസ് നേതാക്കൾക്ക് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്ന ഗുരുതരമായൊരു വെളിപ്പെടുത്തലും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു വെളിപ്പെടുത്തലും നീരവ് മോദി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത്. ജാമ്യം ഇല്ലാതെയായാൽ അടുത്ത നടപടി ഇന്ത്യക്ക് ഇദ്ദേഹത്തെ കുറ്റവാളി എന്ന നിലയിൽ വിട്ടുകിട്ടണം, അവിടുന്ന് എക്സ്ട്രഡിക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള നീക്കം അടുത്ത സ്റ്റെപ്പിൽ നടക്കാം. കാരണം അത് ഇന്ത്യയുടെ അപേക്ഷയാണ്. ഇന്ത്യയിൽ നിന്ന് പിന്നെ വലിയൊരു സ്കാം നടത്തിയിട്ട് മുങ്ങി ലണ്ടനിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആൾ പോലീസ് കസ്റ്റഡി പിടിയിലാകുമ്പോൾ ഇന്ത്യയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു സൗഹൃദ ഉടമ്പടി നിലനിൽപ്പുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ത്യയുടെ കുറ്റവാളികളെ ഇന്ത്യക്ക് കൈമാറാൻ ഇന്ത്യയുടെ അപേക്ഷ അനുസരിച്ച്. അപ്പോൾ അതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി ഉണ്ടാവും. അദ്ദേഹത്തെ രാജ്യത്തേക്ക് മടക്കി കൊണ്ടുവരികയും അദ്ദേഹം ചെയ്ത കുറ്റത്തിന് വിചാരണ നടത്തി വേണ്ട ശിക്ഷ നൽകാൻ ഇടവരികയും അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ആസ്തികളിൽ നിന്നും ഈ ബാധ്യതകൾ പരമാവധി വസൂലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ റാണെ കൊണ്ടുവന്ന പോലെ റാണെ ബോംബെ പിന്നെ സ്ഫോടനത്തിൻ്റെ സൂത്രധാരൻ എന്ന നിലയിലാണ് അയാൾ അമേരിക്കയിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. ട്രംപ് ഭരണകൂടം വന്നപ്പോൾ നമുക്ക് റാണയെ കിട്ടി. ഇപ്പോൾ റാണ തിഹാർ ജയിലിലുണ്ട്. അപ്പോൾ അയാൾക്കെതിരായിട്ടുള്ള കുറ്റപത്രത്തിന് വിചാരണ നേരിടണം. അതുപോലെ അത് ഒരു ഭീകരപ്രവർത്തനത്തിനായിരുന്നു. ഇത് അതിനേക്കാൾ ഭീകരമായൊരു സാമ്പത്തിക കുറ്റത്തിനാണ്, ബാങ്ക് ഫ്രോഡ് കേസാണ്. അപ്പോൾ ഇതേ സമാനമായ ഒരു കേസിൽപ്പെട്ട് വിജയ് മല്യ, കിങ് ഫിഷറിൻ്റെ ഉടമ, ലണ്ടനിൽ ഒളിച്ചു കഴിയുന്നുണ്ട്. ഇന്ത്യയെ 9,000 ചില്ലുവാനം കോടി രൂപ പറ്റിച്ചിട്ട് മുങ്ങിയെന്നാണ്. അതും ഇതുപോലെയാണ്. അതിന്
ഇന്ത്യയിൽ വിജയ് മല്യയും കൊണ്ടുവരാൻ ശ്രമം നടത്തും ഭാവിയിൽ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ്സിനെ ഇതിനകത്തേക്ക് വലിച്ചിടാനായിട്ട് ഈ നീരവ് മോദി ഒരു ശ്രമം നടത്തി. ഞാൻ ഇത്ര ശതമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി കോൺഗ്രസ്സിനാണ് കൊടുത്തതെന്നുള്ളത്. അതിലെന്താണ് യാഥാർത്ഥ്യമുള്ളത്? അത് അദ്ദേഹം ഇനിയും ഈ ട്രയൽ വേളയിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആദ്യത്തെ ആരോപണം അദ്ദേഹത്തിൽ നിന്ന് വന്നപ്പോൾ ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു കുറ്റവാളി ചോദ്യം ചെയ്യൽ പറഞ്ഞ ആരോപണത്തിന് മറുപടി പറയാൻ ബാധ്യതയില്ലെന്ന ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സുകാർ. എങ്കിലും ആ ഒരു അർത്ഥത്തിൽ അവർ മൗനം പാലിക്കുകയാണ്. അദ്ദേഹം തെളിവ് സാധ്യത ചിലപ്പം നാളെ കോടതിയുടെ മുമ്പിൽ പറയാനിടയായാൽ കോൺഗ്രസ് നേതാക്കളുടെ പലരുടെയും മുഖം മഞ്ഞളിക്കുകയും അവരതിന് ഉത്തരം പറയാൻ, ജനങ്ങളുടെ മുന്നിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായി തീരുകയും ചെയ്യും. അപ്പോൾ ഇത് 13,000 കോടി രൂപയൊന്നും ഒരു വ്യക്തിക്ക്, എത്ര വലിയ ബിസിനസ്സുകാരനായാലും വെട്ടിച്ചെടുത്ത പണം കൊണ്ട് ഇന്ന് എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ ബാങ്കിൽ നിക്ഷേപിക്കാനല്ലേ പറ്റൂ. അപ്പോൾ അത് ഇങ്ങനെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന് വീതിച്ചതാണ്. അവരുടെ ഒത്താശ കൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് ഈ പണം എടുത്തതെന്നും അവരുടെ രാഷ്ട്രീയ ഉപയോഗത്തിനുള്ള ഫണ്ടായിരുന്നു എന്നും, ഇല്ലേ നേതാക്കൾക്ക് സ്വകാര്യമായിട്ട് അഴിമതി പണം എന്ന നിലയിൽ പോയതാണോ എന്നൊക്കെ നമുക്കിനി അത് CBI എടുത്തിരിക്കുന്ന ഈ കേസിൻ്റെ അന്വേഷണം ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലേക്കും റെയ്ഡുകളിലേക്കും ഒക്കെ എത്താം. അപ്പോൾ ഇനിയിപ്പോൾ ഈ നടക്കാൻ പോകുന്നത് ഇനി അദ്ദേഹത്തെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യം നടക്കുക. അതെ. അതോടൊപ്പം തന്നെ ഈ അദ്ദേഹം വാങ്ങിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ വെട്ടിച്ച ഈ സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കുന്ന ഒരു പരിധിവരെ അത് കുറേയൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതെ. ബാക്കി എങ്ങനെയായിരിക്കും അത്? ഇദ്ദേഹത്തിൻ്റെ ബോംബെയിലുള്ള അസറ്റ്സ്, ഫ്ലാറ്റ്, എസ്റ്റേറ്റും ഒക്കെ കണ്ടുകെട്ടിയിട്ടുണ്ട്. പിന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം മരവിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു അറൗണ്ട് 1,000 വരും. അത്രേ ഉള്ളൂ. 13,000 കോടിയിൽ ഒരു 1,000 അയാളുടെ സ്വത്തായിട്ട് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എമൗണ്ടിന് ഇയാളെ ഉത്തരം പറയണം. അതെ. അപ്പോൾ അയാൾ പറയും അത് കോൺഗ്രസ്സുകാർ കൊടുത്തു. അങ്ങനെയാണല്ലോ അയാൾ പറഞ്ഞിരിക്കുന്നത്. ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് അദ്ദേഹം കൃത്യമായി കണക്കെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും. അപ്പോൾ അത് സത്യമാണോ എന്ന് പരിശോധിക്കുകയും തെളിവുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്യത്തിന് കൂട്ടുനിന്നവനും പ്രതിയാകും. അല്ലേ? കുറ്റം പോലെ തന്നെ കുറ്റത്തിന് പ്രേരണ കുറ്റവും കൂട്ടുനിൽക്കലും ഒരു വലിയ ഗുരുതരമായ കുറ്റമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചാർജും വരാം. അപ്പോൾ പല പേരുകളും, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. കോൺഗ്രസ്സിലെ സമുന്നതരായ പല നേതാക്കളുടെയും പേര് ലണ്ടനിൽ വെച്ച് നീരവ് മോദി പറഞ്ഞ് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് അദ്ദേഹം ഇവിടെ വന്ന് പോലീസ് അതോറിറ്റി ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തുകയും അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് അന്വേഷിക്കുമ്പോൾ വസ്തുതാപരമാണെന്ന് തോന്നുകയും ചെയ്താൽ കേസിൽ പലരും കൊടുക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.